ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മോളെന്താ അവിടെ നിൽക്കുന്ന? ഇനി വാ. എന്റെ മുടിയും പിന്നെ തരാവോ? മോളെ, പ്രാകാതിരിക്കാൻ ഒരുപാട് ഞാൻ ശ്രമിച്ചു, പക്ഷെ പറ്റുന്നില്ല. നീ ഞാനും ഈ മക്കൾ ഒഴുക്കുന്ന കണ്ണീരിന് അവൻ സമാധാനം പറഞ്ഞേ പറ്റൂ. ഈ കുഞ്ഞുങ്ങൾ ഇവരെന്തു പിഴച്ചു? അച്ഛനെ കാണണമെന്നോ അച്ഛന്റെ കൂടെ നടക്കണമെന്നോ ഒക്കെ ഇവർക്കും ആഗ്രഹം കാണില്ലേ? ഇതൊന്നും ഓർക്കാതെ എന്തിന്റെ പേരിൽ മാറി നിന്നാലും ശരി, അവൻ ഒരു കാലത്ത് ഞാൻ മാപ്പ് കൊടുക്കില്ല. ഈശ്വരന് മാപ്പ് കൊടുക്കില്ല. ഞാൻ ചത്താൽ എന്റെ ശവം പോലും അവനെ കാണിക്കരുത്. അത്രയ്ക്ക് വെറുത്തുപോയി ഞാൻ എന്റെ മകന്, അത്രയ്ക്ക് വെറുത്തുപോയി. എനിക്കെന്റെ അച്ഛനെ കാണണം. അച്ഛാ, അച്ഛാ, അച്ഛാ. മോളെ, ആന്റണിയും ഡേവിസും ഇപ്പൊ വരും. അവര് വരുമ്പോ ഇന്നലെ ഇവിടെ നടന്നൊന്നും പറയാൻ നിൽക്കണ്ട. പറഞ്ഞ ആന്റണിയുടെ സ്വഭാവം അറിയാലോ. വെറുതെ ഒരു വഴക്കും ബഹളവും ഇനി ഉണ്ടാക്കരുത്. അങ്ങനെ അപ്പനെ ഈ കോലത്തിലാക്കിയിട്ട് അവൻ അങ്ങനെ നല്ല പിള്ള ചമഞ്ഞ് നടക്കണ്ട. ഇതുപോലെ കിടക്കുന്നതിന്റെ വേദന എന്താന്ന് അവനും ഒന്ന് അറിയട്ടെ. അവൻ അറിയില്ല. ഇതൊന്നും ശിവനെ ബാധിക്കേയില്ല. അതിനുള്ള ബുദ്ധിയും തന്ത്രവും ഒക്കെ അവനുണ്ട്. അതില്ലാത്തതേ നിന്റെ ആങ്ങളയ്ക്ക, ആന്റണിക്ക്. അവൻ ഇതിന്റെ പേരിൽ ചെന്ന് വഴക്കുണ്ടാക്കിയ അതിന് അടുത്ത ഘട്ടലിൽ ഇതേപോലെ അവനെ ഇരുത്തേണ്ടി വരും. അതുകൊണ്ടാ പറഞ്ഞത് ഇതൊന്നും ഇപ്പൊ ആന്റണി അറിയിക്കണ്ടെന്ന്. ശിവന് ശക്തി കൊണ്ട് ജയിക്കാൻ ഇവർക്ക് ആർക്കും സാധിക്കില്ല മോളെ. ബുദ്ധി ഉപയോഗിക്കാൻ ഇവിടെ ഉള്ളവർക്കൊട്ട് അറിയാനും പാടില്ല. എന്തായാലും ഭംഗിയായി പള്ളിപ്പെരുന്നാൾ അവസാനിച്ചു. പരുമലച്ചൻ രൂപക്കൊണ്ട കാര്യം ഇപ്രാവശ്യം സ്ട്രോങ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. പള്ളിക്കും പട്ടക്കാർക്കും തിന്നാൻ എന്റെ കൈ കാശില്ലെന്ന അപ്പന്റെ നിലപാട്. എന്നാലൊന്ന് പറഞ്ഞു നോക്കാന്ന് മാത്രം. വാ. അയ്യോ അപ്പാ, എന്താപ്പാ ഇതെന്താ പറ്റിയേ? എന്താപ്പാ, എന്താപ്പന് പറ്റിയേ? ഒന്നുമില്ലടാ, കൈക്ക് ചെറിയൊരു ഉളുക്ക്. അതെങ്ങനെ പറ്റിയെന്ന് ഞാനീ ചോദിച്ചേ. ഞങ്ങൾ പോകുന്നവരെ ഒരു കുഴപ്പമില്ലായിരുന്നല്ലോ. അത് പിന്നെ മോനെ, അപ്പൻ ഇന്നലെ രാത്രി ഒന്ന് വീണതാ. വെറുതെ ഒരാൾ വീഴുവോ? അതൊന്നും അല്ല കാര്യം. ശിവൻ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് എന്താ ഉണ്ടായേ? അവൻ വന്നിട്ട് ഇവിടെ എന്താ ഉണ്ടായെന്ന്? ശിവൻ മനഃപൂർവ്വം തള്ളിയിട്ടതാ. അവന്റെ മനസ്സ് മുഴുവൻ വൈരാഗ്യോ. നമ്മുടെ കുടുംബക്കാരുടെ മുഴുവനും അവന് ദേഷ്യവും പകയോ. അതവൻ പുറത്തെടുത്തത് അപ്പന്റെ നേരെയെന്ന് മാത്രം. ഡെയ്സി, നീ ചുമ്മാ ഇല്ലാത്തൊക്കെ പറഞ്ഞ അവനെ വെറുതെ വെകിളി പിടിപ്പിക്കാതെ. ഇതിൽ ഇടപെടണ്ട ഡേവിസേ. അവനപ്പോ തുനിഞ്ഞിറങ്ങിയിരിക്ക. എന്ത് വേണമെന്നുള്ളത് ഉടനെ തീരുമാനിക്കണം. അവൻ ഇപ്പൊ ഈ കാണിച്ച തന്തയില്ലായ്മയ്ക്ക് ശക്തമായ മറുപടി കൊടുത്തില്ലെങ്കിൽ അവൻ വീണ്ടും കാണിക്കും. നമ്മുടെ നെഞ്ചത്ത് കയറി തന്നെ കളിക്കും. നീ ഇവിടെ തന്നെ ഉണ്ടാവണം.
അപ്പൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാ ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. ഞാനേ അവനെ ഒന്ന് കണ്ടേച്ചും വരട്ടെ. ഹോസ്പിറ്റലിൽ കിടക്കാൻ അവനും നമ്മളൊരു അവസരം കൊടുക്കണ്ടേ? മോനെ ആന്റണി വേണ്ട. അമ്മച്ചി വിട്ടെ. ആന്റണി നിക്ക്. കലിതുള്ളി പെരുമ്പറ കുട്ടി ചെല്ലേണ്ടത് പുലിമടയിലേക്കല്ല. അങ്ങനെ ചെന്ന് കേറിയ ഒതുങ്ങുന്നവനുമല്ല അവൻ. അവനെ വീഴ്ത്താൻ സമയം കിട്ടുമെങ്കിൽ കർത്താവിനെ ചതിച്ച യൂദാസിന്റെ കഥ കേട്ടിട്ടില്ലേ? എന്നിട്ട് അതെടുത്ത് മനസ്സിലിട്ട് താലോലിച്ചിട്ട് അങ്ങോട്ട് പ്രയോഗിക്ക്. എടാ, അവൻ വീഴും. അതിലേ അവൻ വീഴൂ. കർത്താവ് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റെങ്കിൽ ശിവൻ എഴുന്നേൽക്കരുത്. ആ രീതിയിൽ വേണം കളിക്കാൻ. കഴിഞ്ഞില്ലേ അമ്മേ? എത്ര നേരമായി? നീ പറഞ്ഞ പോലെയൊക്കെ പിന്നെ കെട്ടി തരണമെങ്കിലേ സമയമെടുക്കും. മോളെന്താ അവിടെ നിൽക്കുന്നെ? ഇങ്ങി വാ. എന്റെ മുടിയും പിന്നെ തരാവോ? എന്റെ മോക്ക് അമ്മയോടുള്ള വഴക്കൊക്കെ മാറിയോ? അതൊക്കെ അപ്പോഴേ മാറിയില്ലേ? ഒരുപാട് സങ്കടങ്ങളിലൂടെ മക്കളെ നമ്മളിപ്പോ കടന്നു പോകുന്നു. അതുകൊണ്ട് എന്റെ മോള് വാശി പിടിച്ചപ്പോ അമ്മ വഴക്ക് പറഞ്ഞത്. എന്റെ മോള് അത് മറന്നുകള. അമ്മ അന്നേരത്തെ ദേഷ്യത്തിന് അങ്ങനെയൊക്കെ പറഞ്ഞു പോയത്. അച്ഛൻ എന്താ അമ്മേ വരാത്തെ? അച്ഛൻ വരും മക്കളെ. ഒരു ദിവസം നമുക്കെല്ലാവർക്കും സർപ്രൈസ് തന്നുകൊണ്ട് നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കും. അന്ന് എന്റെ മക്കളെ പാർക്കിലും ബീച്ചിലും ഒക്കെ അച്ഛൻ കൊണ്ടുപോകും. എന്നിട്ട് നമ്മള് 4 പേരും കൂടി ഒരുപാട് സ്ഥലങ്ങളൊക്കെ ചുറ്റിയടിക്കും.